ഹലോ നമസ്കാരം, ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻകറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും എടുത്ത് നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ സാധാരണ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് അരച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ പൊടികൾ ഡയറക്റ്റ് അങ്ങ് ചേർക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് അരച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ആ മീൻകറിക്ക് കുറച്ച് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ പാകമാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെയൊക്കെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് കുടംപുളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 കഷ്ണം കുടംപുളി. അപ്പോൾ ഇങ്ങനെ കുടംപുളി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കഷ്ണത്തേലൊക്കെ പുളി നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ മീൻ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഒരു ദിവസം ഇരുന്നില്ലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ പുളിയൊക്കെ കഷ്ണത്തിലങ്ങ് നന്നായിട്ട് പിടിച്ചോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മീൻ കഷ്ണത്തിൽ ഓൾറെഡി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുരട്ടി വെക്കുകയാണെങ്കിൽ ആ നല്ല മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിരുന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രഷ്നെസ് പോകാതിരുന്നോളും. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ മീൻ കഴുകുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ആ ഉളുമ്പിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. ഇതായപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം.
എനിക്ക് തന്നെ ഇവിടെ കൊതി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്കും ഇത് കാണുമ്പോൾ വായി വെള്ളം വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ മീൻകറിയുടെ കൂടെ നമുക്ക് എന്തോരം വേണമെങ്കിലും ചോറോ അതുപോലെ തന്നെ കപ്പയോ പൊറോട്ട എന്ത് വേണമെങ്കിലും കഴിക്കാം. വയറ് നിറയുന്ന നമ്മൾ അറിയില്ല. ഇവിടെ ഞാനിപ്പോൾ ഇച്ചിരി ചോറിൻ്റെ കൂടെ ഇച്ചിരി മീൻകറിയും അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറാകാൻ വേണ്ടി ഇച്ചിരി ചീരത്തോരനും അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം കുഴച്ച് അങ്ങ് കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ്. അപ്പം എല്ലാവരും നിങ്ങളത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ONKV ഉണ്ണിച്ചേട്ടൻ പറയുന്ന പോലെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബായ്.